ജനപ്രിയ നായകൻ ജയസൂര്യയെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ആട് സിനിമ പരമ്പരയിലെ മൂന്നാം ചിത്രം പുറത്തുവരുന്നു. ഒരുപാട് ആരാധകരുള്ള ചരിത്ര പരമ്പരയാണ് ആട്. ആദ്യ ഭാഗം തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും ഡിജിറ്റൽ റിലീസിന് ശേഷം ആളുകൾ ഏറ്റെടുത്ത് ഏറെ ജനപ്രീതി ലഭിച്ചിരുന്നു. രണ്ടാം ഭാഗം തിയേറ്ററിൽ തന്നെ വമ്പൻ ഹിറ്റായി മാറിയിരുന്നു. മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ അറിയിച്ചതനുസരിച്ച് ചിത്രത്തിന്റെ പുതിയ അപ്ഡേഷനുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം സിനിമകൾ അവതരിപ്പിക്കുന്നതിനാണ് ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സ് ശ്രദ്ധ നൽകുന്നതെന്നും സാങ്കേതികത ഒരു പരിധിവരെ ഇന്ന് നമുക്ക് താങ്ങാവുന്നതാണെന്നും മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞു. മമ്മൂട്ടി വീണ്ടും ഒരു നവാഗത സംവിധായകനുമായി കൈകോർക്കുമെന്ന് റിപ്പോർട്ട്. മുൻപ് മമ്മൂട്ടി ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾക്കാണ് മമ്മൂട്ടി ഡേറ്റ് നൽകിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ 45 ദിവസത്തെ ഡേറ്റാണ് ഈ സിനിമയ്ക്ക് ആവശ്യം. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ ചിത്രം ബിഗ് ബജറ്റിലായിരിക്കും ഒരുക്കുക. വോൾഫ് മാൻ എന്നായിരിക്കും സിനിമയുടെ പേരെന്നും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുണ്ട്. കരിയറിൽ വലിയ വിജയങ്ങളൊന്നുമില്ലാത്ത സമയമാണ് നിവിൻ പോളിക്ക്. നിവിൻ പോളിയുമായി ഒരു ചിത്രത്തിന്റെ ചർച്ചയിലാണ് താനെന്ന് വിനീത് ശ്രീനിവാസൻ വെളിപ്പെടുത്തി. സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ആ സിനിമയിൽ 2 പേർക്കും പ്രതീക്ഷ ഉണ്ടെന്നും വിനീത് പറഞ്ഞു. ഒരു ജാതി ജാതകം എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് വിനീതിന്റെ പ്രതികരണം. ഞങ്ങൾക്ക് 2 പേർക്കും ആഗ്രഹമുണ്ട്. നിവിനും ഞാനും ഒരു സബ്ജക്റ്റ് കുറച്ചു നാളായി സംസാരിക്കുന്നുണ്ട്. സാഹചര്യം ഒത്തുവന്നാൽ ഉടൻ തന്നെ ചിത്രീകരണം ആരംഭിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ